നമസ്കാരം, ന്യൂസ് മിഡിൽ ഈസ്റ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കിഴക്കൻ ജെറുസലേമിൽ സംഘർഷം തുടരുന്നു. ജൂത തീവ്രവാദിയെ ആക്രമിച്ചെന്ന് ആരോപിച്ച് ഫലസ്തീൻകാരനെ ഇസ്രായേൽ പോലീസ് വെടിവെച്ചു കൊന്നു. അൽ അഖ്സയിലേക്ക് തള്ളിക്കയറാൻ ജൂത തീവ്രവാദ ഗ്രൂപ്പിന്റെ ശ്രമം. മസ്ജിദുൽ അഖ്സയിലേക്കുള്ള റോഡുകൾ അടച്ചു. ഫലസ്തീൻ രാഷ്ട്രത്തിന് സ്വീഡന്റെ ഔദ്യോഗിക അംഗീകാരം. അൽ ഐനിൽ വൻ മയക്കുമരുന്ന് വേട്ട. 25 കോടി ദിർഹത്തിന്റെ മയക്കുമരുന്ന് പിടിച്ചു. 4 പേർ അറസ്റ്റിൽ. പച്ചക്കറിയിലും നിതാക്കാത്ത്. ജിദ്ദ കേന്ദ്ര പച്ചക്കറി മാർക്കറ്റിൽ ഹോൾസെയിൽ വ്യാപാരം ഇനി സ്വദേശികൾക്ക് മാത്രം. പച്ചക്കറി വില കുതിച്ചുയരുമെന്ന ആശങ്ക. പശ്ചിമാഫ്രിക്കൻ രാജ്യമായ ബുർക്കിന ഫാസോവിൽ പാർലമെന്റ് മന്ദിരത്തിന് പ്രക്ഷോഭകർ തീയിട്ടു. പ്രക്ഷോഭം ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ച്. വെടിവെപ്പിൽ 5 പേർ കൊല്ലപ്പെട്ടു. വിശദമായ വാർത്തകളിലേക്ക്. ഫലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി സ്വീഡൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. സ്വീഡനിലെ സ്റ്റെഫാൻ ലോഫിന്റെ നേതൃത്വത്തിലുള്ള ഇടതാഭിമുഖ്യമുള്ള സർക്കാർ അധികാരമേറ്റയുടൻ പ്രഖ്യാപിച്ചതായിരുന്നു ഇക്കാര്യം. ഫലസ്തീനെ അംഗീകരിക്കുന്ന ആദ്യ യൂറോപ്യൻ രാജ്യമാണ് സ്വീഡൻ. ഫലസ്തീനെ അംഗീകരിക്കാനുള്ള തീരുമാനം ഒക്ടോബർ ആദ്യവാരം തന്നെ സ്വീഡിഷ് പ്രധാനമന്ത്രി സ്റ്റെഫാൻ ലോഫൻ പ്രഖ്യാപിച്ചിരുന്നു. ഇസ്രായേലിൽ നിന്ന് രൂക്ഷ വിമർശനമാണ് തീരുമാനത്തിനെതിരെ ഉണ്ടായത്. ഇതേ തുടർന്ന് ബ്രിട്ടീഷ് പാർലമെന്റിൽ ഫലസ്തീൻ അനുകൂലമായ പ്രമേയം പാസ്സാവുകയും ചെയ്തു. UN 2012 ഫലസ്തീന് അംഗത്വമില്ലാത്ത രാഷ്ട്രപദവി നൽകിയിരുന്നു. യൂറോപ്യൻ യൂണിയനോ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളോ ഇനിയും ഫലസ്തീന്റെ രാഷ്ട്രപദവി അംഗീകരിച്ചിട്ടില്ല. സ്വീഡനിലെ തീരുമാനത്തെ ഫലസ്തീൻ സ്വാഗതം ചെയ്തു. لحكومة السويد للشعب السويدي والمملكة السويد على هذا الإنجاز وعلى هذا الاعتراف وعلى هذه الشجاعة التي تحلت بها رغم الضغوطات الهائلة. ഉഭയകക്ഷി സമാധാന ചർച്ചകളിൽ ഇസ്രായേലിനും ഫലസ്തീനും തുല്യ പദവിയുണ്ടായാലേ സമാധാനം കൈവരുമെന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്വീഡന്റെ നടപടി. തീരുമാനത്തെ ഇസ്രായേൽ നേരത്തെ വിമർശിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ 1. കിഴക്കൻ ജെറുസലേമിൽ സംഘർഷം തുടരുന്നു. ജൂത തീവ്രവാദ സംഘടനയുടെ പ്രവർത്തകനെ വധിക്കാൻ ശ്രമിച്ചുവെന്നാരോപിച്ച് ഇസ്രായേൽ പോലീസ് ഒരു ഫലസ്തീൻ സ്വദേശിയെ വെടിവെച്ചു കൊന്നു. ഇയാളുടെ പിതാവിനെയും സഹോദരനെയും അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ഫലസ്തീൻ യുവാക്കൾ ഇസ്രായേലി പോലീസിന്റെ നേരെ കല്ലെറിഞ്ഞു. പോലീസ് ജനക്കൂട്ടത്തിന് നേരെ ഗ്രനേഡ് പ്രയോഗിച്ചു. മുഹ്താജ് ഹിജാസി എന്ന 32-കാരനെയാണ് പോലീസ് വെടിവെച്ചു കൊന്നത്. 11 വർഷം ഇസ്രയേലിന്റെ അനധികൃത തടവിലായിരുന്ന ഹിജാസിനെ 2012 വിട്ടയച്ചത്. ജൂത തീവ്ര വലതുപക്ഷ സംഘടനയുടെ പ്രവർത്തകനായ യഹൂദ ഗ്ലിക് എന്നയാൾ കിഴക്കൻ ജെറുസലേമിൽ ആക്രമിക്കപ്പെട്ടതിന് മറുപടിയായാണ് ഹിജാസിയുടെ വധം. മസ്ജിദുൽ അഖ്സയിൽ ജൂത വിഭാഗക്കാർക്ക് പ്രാർത്ഥിക്കാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട ക്യാമ്പയിന്റെ പ്രവർത്തനത്തിനിടെയാണ് ഗ്ലിക്ക് ആക്രമിക്കപ്പെട്ടത്. ഇതോടെ മസ്ജിദുൽ അഖ്സയിലേക്ക് ജൂത തീവ്രവാദ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രകടനവും നടന്നു. പ്രകടനം തടഞ്ഞ ഇസ്രായേലി പോലീസ് മസ്ജിദുൽ അഖ്സയിലേക്കുള്ള വഴികളെല്ലാം അടച്ചു. ഇസ്രായേലി പോലീസിന്റെ ഭീകരവിരുദ്ധ വിഭാഗമാണ് ഹിജാസിയെ കൊലപ്പെടുത്തിയത്. نستنكر اغتيال الاحتلال الإسرائيلي للأسير المحرر والمجاهد معتز حجازي كما ونستنكر إغلاق الاحتلال للمسجد الأقصى إغلاقا كاملا. هذا عدوان على المقدسيين وعلى الأسر المحررين وعلى المقدسات الفلسطينية تحت سمع وبصر العالم أجمع. കിഴക്കൻ ജെറുസലേമിൽ കുടിയേറ്റ വ്യാപനം തുടരുന്ന ഇസ്രായേൽ മസ്ജിദുൽ അഖ്സയിലേക്ക് ഫലസ്തീനികൾ കടക്കുന്നത് തടഞ്ഞതാണ് കഴിഞ്ഞ 2 മാസത്തിലേറെയായി തുടരുന്ന സംഘർഷത്തിന് കാരണം. ന്യൂസ് ഡെസ്ക് മീഡിയ 1. ഫലസ്തീനിലെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞ കുറേ നാളുകളായി ശമ്പളം എന്നത് കിട്ടാക്കനിയാണ്. ഗസയിലെ 1.25 ലക്ഷത്തോളം വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പള ഇനത്തിൽ കുറച്ചു തുക ഇന്നലെയാണ് കിട്ടിയത്. ഫലസ്തീൻ ഐക്യ സർക്കാരാണ് ഉദ്യോഗസ്ഥർക്ക് ആശ്വാസമാകുന്ന ഈ തീരുമാനമെടുത്തത്. ഖത്തർ നൽകിയ സഹായധനത്തിൽ നിന്നാണ് ഫലസ്തീനിലെ ഐക്യ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പള കുടിശ്ശിക കൊടുത്തത്. ഇസ്രായേൽ നടത്തിയ യുദ്ധത്തിന്റെ കെടുതിയിലും ഉപരോധത്തിലും കഴിയുന്ന ഗസയിലെ ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥർ രാവിലെ മുതൽ തന്നെ വിവിധ പോസ്റ്റ് ഓഫീസുകൾക്ക് മുമ്പിൽ തടിച്ചുകൂടിയിരുന്നു. ഇവരിൽ പലർക്കും മാസങ്ങളായി ശമ്പളം കിട്ടിയിട്ടില്ല. $1200 ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചത്. കിട്ടിയ തുക തങ്ങളുടെ നിലവിലുള്ള കടം വീട്ടാൻ പോലും തികയില്ലെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. إذا سدت الدين علي أجر الدار وكهرباء ومية وخضرة واللحام والسوبر ماركت والدكانة يعني كل واحد الحمد لله كل شيء بمقاسه عليه. മനുഷ്യത്വപരമായ നടപടിയെന്നാണ് ഐക്യ സർക്കാരിന്റെ നടപടിയെ UN സെക്രട്ടറി ജനറൽ ബാൻ കി മൂൺ വിശേഷിപ്പിച്ചത്. ഫലസ്തീനിൽ ഐക്യ സർക്കാർ നിലവിൽ വന്നതിനു ശേഷമുള്ള ഈ തീരുമാനം ഹമാസും PLOയുമായുള്ള ഐക്യം ഊട്ടിയുറപ്പിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഫലസ്തീൻ ജനത. കഴിഞ്ഞ ജൂണിലും ഓഗസ്റ്റിലും ഇസ്രായേൽ നടത്തിയ ആക്രമണം ഗസയിൽ നിലവിലുള്ള സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാക്കിയിരുന്നു. യുദ്ധത്തിൽ തകർന്ന ഗസ പുനരുദ്ധാരണത്തിന് $5.4 മില്യൺ ഫലസ്തീന് സഹായധനമായി ലഭിച്ചത്. ന്യൂസ് ഡെസ്ക് മീഡിയ 1.
അൽ ഐനിൽ വൻ മയക്കുമരുന്ന് വേട്ട. 25 കോടി ദിർഹം വില വരുന്ന 45 ലക്ഷം മയക്കു ഗുളികകളാണ് അബുദാബി പോലീസും ദുബായ് പോലീസും ചേർന്ന് പിടികൂടിയത്. സംഭവത്തിൽ 4 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. 25 കോടി ദിർഹം വില വരുന്ന 45 ലക്ഷത്തിലധികം മയക്കുമരുന്ന് ഗുളികകളാണ് അബുദാബി, ദുബായ് പോലീസ് വിഭാഗങ്ങളുടെയും ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും സംയുക്ത നേതൃത്വത്തിൽ പിടികൂടിയത്. അൽ ഐനിലെ വില്ലയിൽ നിന്നും ഗോഡൌണിൽ നിന്നുമായി 45 ലക്ഷവും ദുബായിൽ നിന്ന് 11,750 മയക്കുമരുന്ന് ഗുളികകളാണ് പോലീസ് പിടിച്ചെടുത്തത്. കുവൈത്ത് സുരക്ഷാ വിഭാഗത്തിൽ നിന്ന് UAE ആഭ്യന്തര മന്ത്രാലയത്തിന് ലഭിച്ച വിവരത്തെ തുടർന്നാണ് സമീപകാലത്തെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ട നടന്നത്. 108 മരപ്പെട്ടികളിൽ പൊതിഞ്ഞ മയക്കുഗുളികകൾ 36 വലിയ പെട്ടികളിലാക്കിയ ശേഷം മരവാതിൽ വെച്ച് അടച്ചുപൂട്ടിയാണ് രാജ്യത്തേക്ക് കടത്തിയത്. മറ്റൊരു ഗൾഫ് രാജ്യത്ത് നിന്ന് UAEയിലെത്തിച്ച മയക്കുഗുളികകൾ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാനായിരുന്നു സംഘത്തിന്റെ പദ്ധതിയെന്ന് പോലീസ് അധികൃതർ പറഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട 3 അറബ് വംശജരും ഒരു ഗൾഫ് പൗരനുമാണ് അറസ്റ്റിലായത്. 2 പേരെ അൽ ഐനിൽ നിന്നും 2 പേരെ ദുബൈയിൽ നിന്നുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഹാരിസ് അരിക്കുളം, മീഡിയ 1, ദുബായ്. ജിദ്ദ കേന്ദ്ര പച്ചക്കറി മാർക്കറ്റിൽ സ്വദേശിവൽക്കരണം ശക്തമാക്കുന്നു. പച്ചക്കറി മൊത്തമായി വാങ്ങാനും വിൽക്കാനുമുള്ള അധികാരം സ്വദേശികൾക്ക് മാത്രമാക്കി ഉത്തരവിറങ്ങി. മാർക്കറ്റിൽ വില കുതിച്ചുയരാൻ ഇത് കാരണമാകുമെന്ന് വ്യാപാരികൾ പറയുന്നു. കേന്ദ്ര പച്ചക്കറി മാർക്കറ്റിൽ മൊത്തമായുള്ള വിൽക്കലും വാങ്ങലും സ്വദേശികൾക്ക് മാത്രമായി നിജപ്പെടുത്തി സ്വദേശിവൽക്കരണ കമ്മിറ്റി പുതിയ നിയമം നടപ്പാക്കി വരുന്നതായി കമ്മിറ്റിയുടെ ഔദ്യോഗിക വക്താവിനെ ഉദ്ധരിച്ച് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പച്ചക്കറി സ്റ്റാളുകളിൽ സ്പോൺസർക്ക് കീഴിലുള്ള നിയമപരമായ വിദേശി തൊഴിലാളിയുടെ കൂടെ സ്വദേശിയും ഉണ്ടായിരിക്കണമെന്ന് വ്യവസ്ഥയുണ്ട്. തൊഴിലാളികൾ പച്ചക്കറി മാർക്കറ്റിലെ പ്രത്യേക യൂണിഫോം ധരിക്കുകയും പ്രവേശന കവാടത്തിൽ ഐഡന്റിറ്റി കാർഡ് കാണിക്കുകയും വേണം. കേന്ദ്ര പച്ചക്കറി മാർക്കറ്റിലെ ഇടപാടുകൾ പൂർണ്ണമായും സ്വദേശിവൽക്കരിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ നടപടി. വിദേശികൾക്ക് മാർക്കറ്റിലെ ചില്ലറ വ്യാപാര കേന്ദ്രങ്ങളിൽ നിന്ന് പരിമിതമായ അളവിൽ 3 കർട്ടണിൽ കൂടാത്ത പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും വാങ്ങാൻ മാത്രമേ അനുമതിയുള്ളൂ. പച്ചക്കറി മാർക്കറ്റിൽ വിദേശികൾ ഇടപാട് നടത്തുന്നത് സ്വദേശിവൽക്കരണ നിയമപ്രകാരം അനുവദനീയമല്ല. നിതാക്കാത്തിന്റെ ഭാഗമായി ഇത്തരം തൊഴിലുകൾ സ്വദേശികൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പുതിയ തീരുമാനം നഷ്ടം വരുത്തിവെക്കുമെന്നാണ് സ്വദേശി വ്യാപാരികളുടെ അഭിപ്രായം. ഇതിനകം തന്നെ 4 ദശലക്ഷം റിയാൽ നഷ്ടം സംഭവിച്ചതായാണ് കച്ചവടക്കാർ അവകാശപ്പെടുന്നത്. പുതിയ നിയമം പ്രാദേശിക മാർക്കറ്റിൽ വില കുതിച്ചുയരാൻ കാരണമാകുമെന്നും അഭിപ്രായമുണ്ട്. മീഡിയ 1, ജിദ്ദ. സൗദിയിലേക്ക് വിദേശ ജോലിക്കാരെ റിക്രൂട്ട് ചെയ്യാൻ അംഗീകൃത റിക്രൂട്ടിംഗ് കമ്പനികൾക്കും തൊഴിൽ മന്ത്രാലയത്തിന്റെ അനുമതിയുള്ള റിക്രൂട്ടിംഗ് ഓഫീസുകൾക്കും മാത്രമേ അധികാരമുള്ളൂവെന്ന് മന്ത്രാലയം. രാജ്യത്തെ ജനറൽ സർവീസ് ഓഫീസുകൾക്ക് ഇത്തരം സേവനങ്ങൾ നൽകാൻ അധികാരമില്ലെന്നും മന്ത്രാലയ വൃത്തങ്ങൾ വ്യക്തമാക്കി. പ്രതിഫലത്തിന് പകരമായോ പ്രതിഫലം കൂടാതെയോ ജനറൽ സർവീസ് ഓഫീസുകൾ ഇടനിലക്കാരാവുന്നത് നിയമലംഘനമാണെന്ന് തൊഴിൽ മന്ത്രാലയത്തിലെ മീഡിയ സെന്റർ മേധാവി തൈസീർ ബിൻ മുഹമ്മദ് അൽ മുഫ്രിജ് പറഞ്ഞു. വിദേശ ജോലിക്കാരെ റിക്രൂട്ട് ചെയ്യുന്ന സ്വദേശികൾക്കോ കമ്പനികൾക്കോ പകരമായി വർത്തിക്കാൻ ജനറൽ സർവീസ് ഓഫീസുകൾക്ക് അധികാരമില്ല. മറിച്ച് തൊഴിൽ മന്ത്രാലയത്തിൽ നിന്ന് ലൈസൻസ് നേടിയ കമ്പനികൾക്കും അംഗീകാരമുള്ള റിക്രൂട്ടിംഗ് ഓഫീസുകൾക്കും മാത്രമാണ് ഇത്തരത്തിൽ മധ്യവർത്തികളായി റിക്രൂട്ടിംഗ് നടത്താൻ അധികാരമുള്ളത്. തൊഴിലുടമയ്ക്ക് പകരം വിദേശത്ത് വെച്ച് ജോലിക്കാരുമായി തൊഴിൽ കരാർ ഒപ്പുവെക്കാനും ഇത്തരം കമ്പനികൾക്കും ഓഫീസുകൾക്കുമാണ് അധികാരമുള്ളത്. തൊഴിലുടമയ്ക്ക് തൊഴിലാളികളെ തെരഞ്ഞെടുക്കാനും മറ്റു നിബന്ധനകൾ നിർണ്ണയിക്കാനും അധികാരമുണ്ടെങ്കിലും അവർക്ക് പകരം തൊഴിൽ കരാറിൽ ഒപ്പുവെക്കുന്നത് റിക്രൂട്ടിംഗ് കമ്പനികളോ ഓഫീസുകളോ ആയിരിക്കണം. അതിനാൽ റിക്രൂട്ടിംഗ് ആവശ്യത്തിന് ജനറൽ സർവീസ് ഓഫീസുകളെ ഓതറൈസേഷൻ ഏൽപ്പിക്കരുതെന്ന് തൊഴിൽ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. നിയമലംഘനം നടത്തിയ 20 ജനറൽ സർവീസുകളുടെ സേവനം ഇതിനകം തൊഴിൽ മന്ത്രാലയം റദ്ദു ചെയ്തിട്ടുണ്ട്. വിദേശകാര്യ മന്ത്രാലയവും തൊഴിൽ മന്ത്രാലയവും തമ്മിൽ ഇക്കാര്യത്തിൽ നല്ല സഹകരണമാണുള്ളതെന്നും അൽ മുഫ്രിജ് കൂട്ടിച്ചേർത്തു. അസർപുള്ളിയിൽ, മീഡിയ 1, ജിദ്ദ. ജീവനക്കാരുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക ലക്ഷ്യമിട്ട് ദുബായ് എമിഗ്രേഷൻ വകുപ്പ് പുതിയ പരിശീലന പദ്ധതിക്ക് രൂപം നൽകി. ഇതിനായി ദുബായ് എമിഗ്രേഷനും ട്രെയിനിംഗ് സ്ഥാപനമായ എമിറേറ്റ്സ് അക്കാദമിയും തമ്മിൽ കരാറിൽ ഒപ്പുവച്ചു. എമിഗ്രേഷൻ സേവനങ്ങൾ തേടിയെത്തുന്ന ഉപഭോക്താക്കളുമായി മികച്ച ആശയവിനിമയവും സേവന സന്നദ്ധതയും പ്രകടിപ്പിക്കാൻ ജീവനക്കാരെ സജ്ജമാക്കുക ലക്ഷ്യമിട്ടാണ് ദുബായ് താമസ കുടിയേറ്റ വകുപ്പ് പ്രത്യേക പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത്. ജീവനക്കാരുടെ സേവനക്ഷമതയെ ക്രിയാത്മകമായി പ്രയോജനപ്പെടുത്തുകയും ഇതിന്റെ ലക്ഷ്യമാണ്. എമിഗ്രേഷൻ വകുപ്പിലെ ജീവനക്കാർക്കെല്ലാം ഇതിന്റെ ഭാഗമായി പ്രത്യേക പരിശീലനം ലഭ്യമാക്കും. UAEയിലെ പ്രമുഖ ട്രെയിനിംഗ് മാനേജ്മെന്റ് സ്ഥാപനമായ എമിറേറ്റ്സ് അക്കാദമി ഓഫ് ഹോസ്പിറ്റാലിറ്റിയാണ് ജീവനക്കാർക്ക് പരിശീലനം നൽകുക. ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിൻ അഫയേഴ്സ് മേധാവി മേജർ ജനറൽ മുഹമ്മദ് അഹമ്മദ് റാഷിദ് അൽമറിയും എമിറേറ്റ്സ് അക്കാദമി ഓഫ് ഹോസ്പിറ്റാലിറ്റി മാനേജിംഗ് ഡയറക്ടർ റോൺ ഹിൽവർട്ടും ചേർന്ന് കരാറിൽ ഒപ്പുവെച്ചു. സ്വദേശികളും വിദേശികളുമടക്കം താമസ കുടിയേറ്റ വകുപ്പിലെ മുഴുവൻ ജീവനക്കാർക്കും ഈ പരിശീലനത്തിന്റെ പ്രയോജനം ലഭിക്കും. വിവിധ രാജ്യങ്ങളിൽ നിന്നും UAEയിലെത്തുന്ന സന്ദർശകരെ പുഞ്ചിരിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യണമെന്ന UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ പ്രഖ്യാപനത്തിന്റെ ചുവടുപിടിച്ചാണ് പദ്ധതി. മീഡിയ 1, ദുബായ്.